മൈസൂർ ഊട്ടി ട്രിപ്പിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അങ്ങനെ വൃന്ദാവൻ ഗാർഡനിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് DJ കൊടുക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് ബോക്സിലേക്ക്. പതിവ് പോലെ ബീറ്റ് ബോക്സിന്റെ പാർക്കിങ്ങിലും ഇഷ്ടം പോലെ വണ്ടികളായിരുന്നു. എത്ര തിരക്കായാലും ബീറ്റ് ബോക്സിന്റെ അകത്ത് കയറി ഒരേ വൈബാണ്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാബിൻ പോലെ തിരിച്ചിട്ടാണ് ഇവിടെ DJ കൊടുക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വെറൈറ്റി പാട്ടുകൾ ഇട്ട് സ്മോക്ക് കേട്ട് പിള്ളേരെ വേറെ രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നതാണ് ഇവിടുത്തെ DJ ബോയുടെ പ്രധാന പരിപാടി. അങ്ങനെ പിള്ളേർക്ക് നല്ലൊരു DJ കൊടുത്ത് നമ്പിയേട്ടന്റെ കടയിൽ പോയി ഫുഡും കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയി ഒറ്റ ഉറക്കമായിരുന്നു. അത് രാവിലെ തന്നെ പിള്ളേരൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ വണ്ടി എടുത്ത് ഊട്ടിക്ക് പോവുക. രാവിലെ തന്നെ മൈസൂരിലെ ഹൈവേയിൽ കൂടെ പറപ്പിക്കുകയാണ് ശരത്തൻ. ടാറ്റ വണ്ടി ആയതുകൊണ്ട് തന്നെ കാല് വെച്ച് ചെറുക്കം പറക്കും. അങ്ങനെ കണ്ണടച്ച് ഉറക്കും മുമ്പേ നമ്മൾ കാട് കയറി. ഇന്ന് ഈ കാട്ടിൽ പുലിയെ കാണിച്ചു തരാമെന്നാണ് ശരത്തനം പറഞ്ഞേക്കുന്നത്. പുലിയെ പോയിട്ട് ഒരു എലിയെ പോലും കാണൂലെന്ന് നമുക്കറിയാം. ഈ റൂട്ടിൽ കൂടെ പോയി എന്നും കാണുന്ന ഒരേ ഒരാളാണ് മാൻകൂട്ടം. അങ്ങനെ മാൻകൂട്ടങ്ങളെയും ഓപ്പോസിറ്റ് വന്ന ടൂറിസ്റ്റ് ബസ്സുകളും കണ്ട് നമ്മൾ നേരെ കാടിറങ്ങി. അങ്ങനെ കാട്ടിലെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ നേരെ ഗൂഡല്ലൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. വഴിയിലുടനീളമുള്ള ബ്ലോക്ക് എല്ലാം തരണം ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഡല്ലൂരിലെത്തി. രാവിലെ തന്നെ സ്വന്തം ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ച് സാറിനോട് പരാമർശിക്കുകയാണ് വിഷ്ണു. തന്റെ ഡ്രൈവിംഗ് കണ്ട് MVD വരെ ബോധം കെട്ട് പോയെന്നാണ് വിഷ്ണു എല്ലാവരോടും പറയുന്നത്. അങ്ങനെ തള്ളുകഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്ത് അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോഴാണ് നമ്മളെ കൈ കാണിച്ച് നിർത്തി. വണ്ടിയിലിരുന്ന പേപ്പർ കപ്പിനെ എല്ലാം അവർ എടുത്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന് പറഞ്ഞ് നമുക്ക് ഫൈൻ അടിച്ചു. അപ്പോഴാണ് ഫാമിലി ആയിട്ട് വന്നവരുടെ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോയും ഫോട്ടോയും മാത്രമേ എടുക്കാറുള്ളൂ. പൈൻ ഫോറസ്റ്റിന്റെ ഫ്രണ്ടിലുള്ള ബ്ലോക്കിൽ പെട്ടപ്പോഴാണ് നമ്മുടെ ഫോക്കസ് ബോഡി ബിൽഡേഴ്സിന് സ്വന്തം വണ്ടി നമ്മുടെ കണ്ണിൽ പെട്ടത്. അങ്ങനെ ആ കാഴ്ചയെല്ലാം ആസ്വദിച്ചുള്ള ബ്ലോക്ക് മൊത്തം തരണം ചെയ്ത് നമ്മൾ നേരെ ലേക്കിലെത്തി. പിള്ളേർക്ക് ഊട്ടി ലേക്കും കാണിച്ചു കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകും. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഊട്ടിയിൽ നിന്ന് ഭയങ്കര തിരക്കാണ്. വണ്ടി ആയിരുന്നു റോഡിൽ ഇറങ്ങിയ മൊത്തം ബ്ലോക്കാണ്. ഗതാഗത കുരുക്കെല്ലാം തരണം ചെയ്തു വേണം നമുക്ക് ഓരോ സ്ഥലത്തും പോവാൻ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബ്ലോക്കിലൂടെ പതുക്കെ പോകുമ്പോഴായിരിക്കും ഇടത് സൈഡിൽ കൂടെ കാറുകാരന്മാരും ബൈക്കുകാരന്മാരും കയറി വരുന്നത്. ടീ ഫാക്ടറിയുടെ 1 കിലോമീറ്റർ മുമ്പ് തന്നെ ബ്ലോക്ക് തുടങ്ങി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ബ്ലോക്കിൽ ഊന്നാണ് നമ്മൾ ഊട്ടിയിലെ ടീ ഫാക്ടറിയിലെത്തി. നമ്മുടെ പിള്ളേരാണെങ്കിൽ ടീ ഫാക്ടറി കാണാനല്ല ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റ് മേടിക്കാനാണ് ഫുൾ എൻജോയ്മെന്റിൽ നമ്മളെ കൂടെ നിൽക്കുന്നത്.